ഗൈസ്, അപ്പോൾ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ ഇടപ്പള്ളി ചർച്ചിലാണ്, ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പാർക്കിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ആ മുകളിൽ കാണുന്ന മെട്രോ ആണ് കേട്ടോ. നമ്മളിപ്പോൾ വന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം ഉച്ചയ്ക്ക് 12 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല വെയിലാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ പ്രാർത്ഥിക്കാനും അതുപോലെ ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വരുന്നുണ്ടായിരുന്നു. ഈ ഒരു പള്ളീനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ പ്രശസ്തമായ ക്രൈസ്തവ ദേവാലയങ്ങളിലൊന്നാണ് എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളി പള്ളി. 14 നൂറ്റാണ്ടുകളോളം പാരമ്പര്യമുള്ള ഒരു തീർത്ഥാടന കേന്ദ്രവുമാണ് ഇവിടം. വിശുദ്ധ ഗീവർഗീസിൻ്റെ നാമധേയത്തിലുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ഇടപ്പള്ളി. AD 592 ഈ പള്ളി സ്ഥാപിതമായത് കേട്ടോ. നിലവിലുള്ള പള്ളിയുടെ വശത്തുള്ള അൾത്താരയിലാണ് വിശുദ്ധൻ്റെ തിരുരൂപം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഏപ്രിൽ 25 കൊടി കയറ്റി മെയ് 3, 4 തീയതികളിൽ പ്രധാന തിരുനാളും 10, 11 തീയതികളിൽ 8ാം തിരുനാളും ആഘോഷിക്കുന്നു. നമുക്ക് ചർച്ചിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം. ഒരു ചർച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിമനോഹരമായിട്ടാണ് ഇവരിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ചർച്ചിൻ്റെ ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ ഒരുപാട് വലിയ സൈസുള്ള പില്ലേഴ്സുകൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ഡിസൈനുകൾ അതിൽ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ നമ്മൾ ഇവിടെ എക്സ്റ്റീരിയർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്കും അതിമനോഹരമായിട്ടാണ് അവർ ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഓരോ കവാടങ്ങൾ പോലെയാണ് ഇവിടെ കാണാനുള്ളത്. അപ്പോൾ വന്നവരെല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയാണ്. നിൽക്കുന്നതിൻ്റെ ചുറ്റിലുള്ള വ്യൂ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ ചർച്ചിൽ അകത്തേക്ക്, അതായത് പ്രാർത്ഥിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞങ്ങൾ അവിടെ ഉള്ളിൽ പ്രാർത്ഥിച്ചിട്ട് വരാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് പുറത്തുള്ള വ്യൂ കാണാം. അങ്ങനെ നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഉള്ളിലത്തെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് പേര് അവിടെ പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല അവിടെ ഉള്ളിൽ നല്ലൊരു പീസായിട്ടുള്ളൊരു അന്തരീക്ഷം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ചർച്ചിൻ്റെ മറ്റൊരു സൈഡിലേക്ക് എത്തിയിരിക്കുകയാണ്. 2 പാത്തുകളായിട്ടാണ് കേട്ടോ ഈ ഒരു ചർച്ചിലേക്ക് നമുക്ക് കയറാൻ പറ്റുക. ഫ്രണ്ടിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ ഒരു റാമ്പിലാണ് കേട്ടോ. അങ്ങനെ ഈ റാമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് ആ പള്ളീൻ്റെ ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ റാമ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഗ്രൗണ്ടിൽ നിന്നുള്ള വ്യൂ ആണത്. പിന്നെ നമ്മൾ ചർച്ചിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചർച്ചിൽ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ഇതാണ് ഇടപ്പള്ളി സിറ്റി കേട്ടോ. നല്ല തിരക്കാണ്. നമ്മൾ ഇപ്പോൾ ഏകദേശം ഉച്ച 2 മണിയായിട്ടുണ്ട്. ഈ കാണുന്ന 2 ഹൈറ്റുകളിലായിട്ടുള്ള ഈ പാലം ഉണ്ടല്ലോ, ബ്രിഡ്ജ്, നല്ല രസമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അതിൽ നല്ല കളർഫുള്ളായിട്ട് അവർ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു ബൊഗെയിൻ വില്ലേൻ്റെ ഒരു ചെടിയുണ്ട്. അപ്പം ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അങ്ങനെ നമ്മൾ ഉച്ച ആയതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കണമല്ലോ. അങ്ങനെ നമ്മൾ അലഞ്ഞ് തിരിഞ്ഞ് ഒരു ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് തന്നെ നമുക്ക് കഴിക്കണം, കാരണം നല്ല ടയേർഡാണ്. അപ്പോൾ ഇനി ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫൈനലി നമ്മളുടെ ബിരിയാണി ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റാണ്, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി നമ്മൾ അടുത്ത സ്ഥലം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഈ ഒരു വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ വരുന്നതായിരിക്കും. ബായ്.